Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേയ്സ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പം മക്കളെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ ലൈവ് സെഷൻ എല്ലാവരും കണ്ടു കാണും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഒന്നുകൂടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു 3-4 പ്രാവശ്യം ജസ്റ്റ് അത്യാവശ്യം നല്ല വൃത്തിക്കൊന്ന് പഠിച്ചാൽ പിന്നെ ഒന്ന് റിവിഷൻ മാത്രം ചെയ്താൽ മതി. ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന അന്ന് തന്നെ ഒരു 3-4 പ്രാവശ്യം തന്നെ അന്ന് തന്നെ റിവിഷൻ തീർത്ത് വയ്ക്കുക. പിന്നെയാണ് നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അത്രയും ഈസി ചാപ്റ്റർ. തുടക്കത്തിൽ നമുക്കൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തോന്നും, ഇത് എന്താ ഇത്, അവിടെ നിന്ന് എടുത്ത് ഇവിടേക്ക് എഴുതുന്നു, ഇവിടെ നിന്ന് എടുത്ത് അവിടേക്ക് എഴുതുന്നു, കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസേ ഉള്ളൂ അല്ലെ, കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസേ ഉള്ളൂ. അതെല്ലാം ഒരു 3-4 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി ഇതൊരു വലിയൊരു എന്താ പറയാ ബാലികേറ മലയൊന്നും അല്ല, അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റേഴ്സിന്റെ ഇടയിൽ നമുക്ക് കുത്തി കയറ്റി ഇടാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. സോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം. ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, യെസ് ഗ്യാസസിനെ കുറിച്ച് പറയുന്നത് അല്ലെ. ഗ്യാസസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ലോങ് സെഷൻസ് നമ്മുടെ എന്താ പറയാ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ വൺ ഷോട്ട് ഞാൻ അതായത് ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വിത്ത് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ലൈവിൽ നമ്മൾ ഒരുപാട് ഇന്ററാക്ഷൻസ് വരുന്നുണ്ട് അല്ലെ, ഒരുപാട് ഇന്ററാക്ഷൻസ് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത് കാരണം നിങ്ങൾക്ക് അത് പിന്നീട് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഫോർ ദാറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം ക്ലാസ്സിന്റെ ഒരു വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്, ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാനായിട്ട് പറ്റും. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, എന്താ പറയാ ഈ ഒരു സെഷൻ അതായത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒന്ന് പ്രിസൈസ് ആയിട്ട് ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി വരുന്നവർക്ക് മാത്രമേ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സെഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, വേദാന്ത മലയാളം ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ താഴെ നമ്മുടെ ആ ഒരു ചാനലിന്റെ പേര് കാണാം, അവിടെ പോയി ടച്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസിൽ കൃത്യമായിട്ട് റെക്കോർഡഡ് വീഡിയോസ്, അതായത് നമ്മൾ ഒരു ഇന്ററാക്ഷനും ഇല്ലാത്ത വീഡിയോസ് കാണാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ഉള്ള വീഡിയോസ് വേണം, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ ഈ ഒരു ചാപ്റ്റർ ഈസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയും കൂടെ ആണ് കേട്ടോ, അധികം കൂടുതലൊന്നും പഠിക്കാനൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഗ്യാസസിന്റെ ബിഹേവിയർ, എസ്പെഷ്യലി നമ്മൾ ഇവിടെ പഠിക്കുന്ന 2 ടൈപ്പ് ഗ്യാസസ് ഞാൻ പറയാം. ഒന്ന് ഐഡിയൽ ഗ്യാസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് റിയൽ ഗ്യാസ്. അപ്പം ഈ 2 സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഇവരെ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. അതായത് നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അത്ര ആലോചിച്ചാൽ മതി. പഠിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പെർഫെക്റ്റ് ആയിരിക്കും. അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞ അസൈൻമെന്റ് വെക്കും, അതേപോലെ തന്നെ എന്താ പറയാ പഠിക്കാനുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നു, ഹോംവർക്ക് ചെയ്തു വരുന്നു, എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു അല്ലെ. ദാറ്റ് ഈസ് സിംപ്ലി ഐഡിയൽ ഗ്യാസ്. എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആണ്. അതേസമയം റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പോലുള്ള പിള്ളേരല്ലേ കുറച്ചൊക്കെ ചില സമയത്ത് അസൈൻമെന്റ് ഒക്കെ വെക്കാൻ മറക്കും, ഹോംവർക്ക് ഒന്നും ചിലപ്പോൾ ഒന്നും ചെയ്തെന്ന് വരില്ല, അതുപോലെ തന്നെ എന്താ പറയാ ഇപ്പം പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല. സോ അതാണ് റിയൽ ഗ്യാസ് എന്ന് കരുതി മൊത്തത്തിൽ എന്താ പറയാ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ല കേട്ടോ. എന്നാലും നമുക്കറിയാം പെർഫെക്റ്റ് ആവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. സോ നമ്മൾ എന്ത് വിളിക്കും, റിയൽ ഗ്യാസ് എന്ന് വിളിക്കും. ആൻഡ് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. പക്ഷെ നമുക്കറിയാം ഈ പഠിപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്സിങ്, ഒരു ചെറിയ കുറവോ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്കോ ഒക്കെ സംഭവിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, യെസ് ഒരു പെർഫെക്റ്റ് പഠിപ്പിസ്റ്റിന് അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ഒരു പ്രോപ്പർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഐഡിയൽ ഗ്യാസ് ഉണ്ടാവത്തില്ല. റിയൽ ഗ്യാസസ് ആണ് ഉള്ളത്. പക്ഷെ ഐഡിയൽ ഗ്യാസിനോട് ചേർന്ന് കിടക്കുന്ന ബിഹേവിയർ കാണിക്കും ആര്, റിയൽ ഗ്യാസസ്. അതായത് കുറെ ഇപ്പം ടീച്ചേഴ്സ് പറയത്തില്ലേ, ഇവനെ കണ്ടുപിടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഇവനെ കണ്ടു പഠിച്ചേക്കാന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ദിവസം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് അസൈൻമെന്റ് ഒക്കെ എഴുതി ഹോംവർക്ക് ഒക്കെ എഴുതി വരുന്നവരായിരിക്കും അല്ലേ. സോ എക്സാക്ട്ലി ദ സെയിം. അപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക കണ്ടീഷൻസിൽ ഈ റിയൽ ഗ്യാസ് എന്തിനോട് അടുക്കും, ഐഡിയൽ ഗ്യാസിനോട് അടുക്കും. ക്ലിയർ ആയില്ലോ. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനോട് അടുത്ത് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കും.
ആ കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഈ ഐഡിയൽ ഗ്യാസിന്റെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്, അതൊക്കെയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പ്രഷർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. സോ യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ മോഡൽ എക്സാം പ്രമാണിച്ച് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ പ്ലാനിങ്ങുകളൊക്കെ പ്രോപ്പർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ എവിടെയാണ്? ബിഹേവിയർ ഓഫ് ഗ്യാസസ്. അപ്പൊ ബിഹേവിയർ ഓഫ് ഗ്യാസസ് നമ്മൾ ആദ്യം പറയുമ്പം ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ലോസ് ആണ് ബോയിൽസ് ലോ, ചാൾസ് ലോ അല്ലേ? യെസ്. അപ്പം ബോയിൽസ് ലോ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ ഇൻടു വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. നമ്മൾ പഠിച്ചാണ് അല്ലെ? പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. എപ്പം? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് അല്ലെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാം. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി അല്ലെങ്കിൽ മ്യൂ ആർ ടി എന്ന് പറഞ്ഞിട്ട്, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലെ? സോ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ടിയും കോൺസ്റ്റന്റ് ആണ്, ഈ എൻ അല്ലെങ്കിൽ മ്യൂവും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. സോ എന്താണ്? പി വി ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇനി ഞാൻ എന്താ ചെയ്തെന്ന് അറിയാവോ? ഈ പിനെയും വിനെയും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? യെസ്, ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തു. ആ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഡോട്ടഡ് ലൈന് വരച്ചിരിക്കുന്നതാണ് ഐഡിയൽ ഗ്യാസിന്റെ. ഈ എന്താ പറയാ, ഡോട്ടഡ് അല്ലാത്ത ഈ എന്താ പറയാ, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ബ്ലൂ ലൈൻ, അതാണ് നമ്മുടെ റിയൽ ഗ്യാസസ് കേട്ടോ. സോ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ആർക്കാ ഉള്ളത്? T1-നാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ. അപ്പം ആ T1-ന്റെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറും അതേപോലെ തന്നെ നമ്മുടെ ഈ റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത, അതായത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു ഐഡിയൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പി അല്ലെ? അപ്പം ഐഡിയൽ കോൺസെപ്റ്റുമായിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഏറെക്കുറെ സെയിം ആയിരിക്കും, എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ? ഈ ഐഡിയൽ ബിഹേവിയറും റിയൽ ഗ്യാസും ഹൈ ടെമ്പറേച്ചറിൽ ഏറെക്കുറെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. ഇനി T2 ടെമ്പറേച്ചറിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? T2 ടെമ്പറേച്ചറിലോട്ട് വരുമ്പോഴത്തേനും, അതായത് ടെമ്പറേച്ചർ കുറച്ചുകൂടെ കുറഞ്ഞു, T1-നേക്കാട്ടിലും കുറഞ്ഞു. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞപ്പം ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസിന്റെ ടോട്ടൽ ലൈൻ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ലൈൻ, റിയൽ ഗ്യാസിൻ്റെത്. സോ മനസ്സിലായി എന്താണ്? ടെമ്പറേച്ചർ കുറയും തോറും ഇവർ തമ്മിലുള്ള ആ സെപ്പറേഷൻ അല്ലെ, ഈ ഒരു രണ്ടിന്റെയും ബിഹേവിയർ തമ്മിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. T3 കുറച്ചും കൂടെ ടെമ്പറേച്ചർ താഴ്ത്തി, ആ ഡോട്ടഡ് ലൈനും ഇതാണ് ഐഡിയൽ ഗ്യാസ് അറ്റ് T3 ടെമ്പറേച്ചർ, ഇതാണ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ T3 എന്ന് പറയുന്നത്, സോറി, നമ്മുടെ റിയൽ ഗ്യാസിന്റെ ലൈൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഹൈ ടെമ്പറേച്ചറിലാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്? യെസ്, ഐഡിയൽ ബിഹേവിയറിനോട് ചേർന്ന് കിടക്കുന്നത്. ഇനി അടുത്ത ചാൾസ് ലോയിലോട്ട് വരാം. ചാൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. അപ്പൊ നമ്മളിപ്പം എന്താ പറയാ, പ്രഷർ കോൺസ്റ്റന്റ് അല്ലെ? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും ആരുടെ കാര്യത്തില്? യെസ്, നമ്മുടെ ചാൾസ് ലോയില്. അപ്പൊ നമുക്ക് പറയാം വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ, അല്ലെങ്കിൽ വി ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് ലോയിൽ എന്താ പറയുന്നത്? വോളിയം ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V is proportional to T. For a fixed pressure, the volume of the gas is proportional to the absolute temperature T എന്ന് നമുക്ക് പറയാം. That is nothing but Charles law. അപ്പൊ നമുക്ക് ബോയിൽസ് ലോ മനസ്സിലായി, ചാൾസ് ലോ മനസ്സിലായി. ബോയിൽസ് ലോ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഹൈ ടെമ്പറേച്ചറിലാണ് ഇവന്മാരെ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്. ഇനി ചാൾസ് ലോ നോക്കിക്കേടാ, ടിയും വിയും ആണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത്. ടിയും വിയും ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കണം. സോ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി പി അല്ലെ? കാരണം നോക്കിക്കേടാ, ഇവിടെ നമ്മൾ നോക്കിയാ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് വി ബൈ ടി ആ വേണ്ടത് അല്ലെ? വി ബൈ ടി ആ വേണ്ടത്. സോ വി ബൈ ടി വിച്ച് ഇസ് ഈക്വൽ ടു, അവിടെ മ്യൂ ആർ ഉണ്ട് ആൻഡ് ഇവിടുത്തെ ഈ പി എന്ത് ചെയ്യും? താഴത്തോട്ട് പോകും. ദാറ്റ് മീൻസ് വി ബൈ ടി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി ആണ് അല്ലെ? സോ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി പി, നോട്ട് 1 by p. ക്ലിയർ ആയില്ലോ? ഇറ്റ് ഇസ് പി ആണ് കേട്ടോ സ്ലോപ്പ് തരുന്നത്. ഇവിടെ ടിയും വിയും ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, വിയും ടിയും അല്ല, ടിയും വിയുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയത് ആ പ്രഷർ ഫസ്റ്റത്തെ P1 എന്ന് പറയുന്നത്, ഈ P1-നാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. അവിടെ നിന്നും ഐഡിയൽ ബിഹേവിയർ ഭയങ്കര ഫാർ ആണ്. ഇനി P2-ലോട്ട് പോയി കഴിഞ്ഞപ്പോൾ P2 പ്രഷറിലോട്ട് പോയപ്പോഴത്തേനും ഐഡിയൽ ബിഹേവിയറുമായിട്ട് കുറച്ചും കൂടെ ചേരുന്നുണ്ട്. P3 ആയപ്പോഴാ യെസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചേർച്ചയുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ലോ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? യെസ്, ഐഡിയൽ ബിഹേവിയറിനോട് ചേർന്ന് കിടക്കുന്നുണ്ടെന്ന് പറയാം. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. അതായത് ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും ആണെന്നുണ്ടെങ്കിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനെ പോലെ ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
അതായത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പം ഈ മോളിക്യൂൾസ് എല്ലാത്തിന്റെയും ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്തായിരിക്കും? ഓരോ മോളിക്യൂളും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ സം. ദാറ്റ് ഈസ് P1 plus P2 plus P3 plus എക്സെട്ര എക്സെട്ര. ക്ലിയർ ആയോ? സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഷേഴ്സിന്റെ, ഓരോ മോളിക്യൂളും എക്സേർട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രഷേഴ്സിന്റെ സം ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ദ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസസ് ഈസ് ദി സം ഓഫ് partial pressures. This is Dalton's law of partial pressures. Clear? Yes. ഇനി നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? PV which is equal to nRT, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് μRT ആണെങ്കിൽ μRT, whatever it may be. N is the number of moles ആണ് കേട്ടോ, number of moles ആണ്. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ആണ്, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ആണ്, എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ആണ്. സോ ആർ വിൽ ബി 8.314 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഇതാണ് വാല്യൂ വരുന്നത്. ഇനി ഈ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് തന്നെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. NA ദാറ്റ് ഇസ് അവഗാഡ്രോ നമ്പർ, KB ദാറ്റ് ഇസ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. സോ ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? NA into KB. ഓക്കെ അല്ലേ? NA into KB. NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്, KB എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? PV which is equal to mu into R ന് പകരം NA KB T. ഓക്കെ അല്ലേ? ഇനി മ്യൂ അല്ലെങ്കിൽ N എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? PV which is equal to ക്യാപിറ്റൽ N കേട്ടോ, നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഞാൻ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഇൻറ്റു KBT എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് തന്നെ നമുക്ക് PV is equal to μRT, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? PV is equal to N into KB into T. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, ആൻഡ് KB എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, 1.38 into 10 to the power -23 ജൂൾ പെർ കെൽവിൻ. ക്ലിയർ അല്ലടാ? ഇനി അടുത്തത് T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഞാൻ ഇവിടുത്തെ ഈ PV which is equal to N into KBT എന്ന് എഴുതല്ലോ, ഈ ടീന് ഞാൻ താഴത്തേക്ക് കൊണ്ടുപോവാം, ദാറ്റ് ഇസ് PV by T. ഓക്കെ അല്ലേ? which is equal to എന്താ വരാ? NKB. These two are constant ആ. സോ നമുക്ക് എന്ത് പറയാം? PV is equal to നമ്മുടെ NKB എന്ന് പറയാൻ പറ്റും, സോറി കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ PV by T യും അതേപോലെ തന്നെ P യും കൂടെ ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടേണ്ടത്? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുന്നത് അല്ലെ? ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അതുകൊണ്ട് എനിക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടണം. അപ്പം ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇല്ലല്ലേ, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഗ്യാസിന് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കുള്ളത് ആരൊക്കെയാ? റിയൽ ഗ്യാസസ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചർ കൊടുത്തു, ഓക്കെ, T2 ടെമ്പറേച്ചർ കൊടുത്തു, T3 ടെമ്പറേച്ചർ കൊടുത്തു, T1 ആണ് ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ. അപ്പൊ നോക്കിക്കേടാ, ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും വരുമ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫിനോട് അടുത്ത് കിടക്കുന്നുണ്ട്. സോ ദിസ് ഷോസ് റിയൽ ഗ്യാസസ്, ഇത് പഠിക്കണം കേട്ടോ, റിയൽ ഗ്യാസസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇത് നമുക്ക് 1 മാർക്ക് ഒക്കെ ആയിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു സാധനം പഠിച്ചു വെക്കണം. ഒരു 3-4 പ്രാവശ്യം എഴുതി പഠിച്ചാലും തെറ്റില്ല. കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഈ ഒരൊറ്റ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ടല്ല പോകുന്നത് അല്ലെ, ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടീഷൻസ് ലോ ഹൈ ഒക്കെ കുറെ കണ്ടീഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എക്സാമിന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സംശയം, ഈ ലോ ടെമ്പറേച്ചർ ആണോ പ്രഷർ ആണോ, അല്ലെങ്കിൽ ഹൈ പ്രഷർ ആണോ ഹൈ ടെമ്പറേച്ചർ ആണോ, ഇതൊക്കെ നമുക്ക് സംശയം തോന്നും. അതുകൊണ്ടാണ് പറയുന്നത് വൃത്തിയായിട്ട് ഒരു 3-4 പ്രാവശ്യം ഈ കോൺസെപ്റ്റ് തന്നെ പഠിച്ചു വെച്ചിട്ട് ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ. അപ്പൊ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ അടുത്ത് പോസ്റ്റ്ലേറ്റ്സ് ചോദിക്കും, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പോസ്റ്റ്ലേറ്റ്സ് ചോദിക്കും. അതിൽ ഒന്നാമത്തെ എന്താ പറയുന്നത്? യെസ്, നമുക്കറിയാം ഒരു ഗ്യാസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവർക്കും എങ്ങനെയായിരിക്കും? റാൻഡം മോഷൻ ആയിരിക്കും അല്ലെ, റാൻഡം മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കായിരിക്കും. ഇനി അതേപോലെ തന്നെ ഇവരുടെ എന്താ പറയാ, ഈ 2 മോളിക്യൂൾ എടുത്തു, ഓക്കെ അല്ലെ, 2 മോളിക്യൂൾ എടുത്തു. ഈ അതായത് ഒരു ഗ്യാസിലെ 2 മോളിക്യൂൾ, ഈ 2 മോളിക്യൂൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ സൈസും ഇവന്മാർ തമ്മിലുള്ള ഡിസ്റ്റൻസും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്.
അതേപോലെ തന്നെ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലിജിബിൾ ആണെന്ന് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഈ മോളിക്യൂൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ അല്ലെ, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. മോളിക്യൂൾസ് തമ്മിലും കണ്ടെയ്നറിന്റെ വോളും തമ്മിൽ ഇവർ തമ്മിൽ ഒരു കൊളീഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. എന്താണ്? യെസ്, ദെൻ ദ കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് ദി മൊമെന്റം വിൽ ബി എന്തായിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദീസ് ആർ ദ പോസ്റ്റുലേറ്റ്സ്. അപ്പൊ ഇത് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എടുത്ത് ചോദിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൽ ഓരോ ഡാറ്റയും നമുക്ക് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വേർഡ്സിലെങ്കിലും എഴുതാനായിട്ട് ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അടുത്തത് പ്രഷർ എക്സേർട്ടഡ് ബൈ എൻ ഐഡിയൽ ഗ്യാസ് ആണ് പറയുന്നത്. സോ ദാ നമ്മളൊരു കണ്ടെയ്നർ എടുത്തു. ഓക്കെ അല്ലെ, കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിൽ എന്തുണ്ട്, മോളിക്യൂൾസ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു മോളിക്യൂളിന് എടുത്തു. അവന്റെ മാസ് എന്ന് പറയുന്നത് m ആയിട്ട് എടുത്തു. അവന്റെ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ vx ആണ്, y ഡയറക്ഷനിൽ vy ആണ്, z ഡയറക്ഷനിൽ vz ആണ്. സോ നൗ വി ആർ കൺസിഡറിങ് ദിസ് vx ഓൺലി. ഓക്കെ അല്ലെ, x ഡയറക്ഷനിലുള്ള മൊമെന്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ബിഫോർ കൊളീഷൻ എന്തായിരിക്കും, mvx ആയിരിക്കും അല്ലെ, mvx ആയിരിക്കും ബിഫോർ കൊളീഷൻ. ഇനി മൊമെന്റം ആഫ്റ്റർ കൊളീഷനോ, ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്ഷൻ ഉണ്ട്, അതേ ഡയറക്ഷൻ ആയിരിക്കും മൊമെന്റത്തിനും. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി മൈനസ് mvx. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് മൈനസ് mvx. ഫൈനൽ അല്ലെ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ദാറ്റ് മീൻസ് മൈനസ് mvx മൈനസ് mvx. സോ ദിസ് വിൽ ഗിവ് 2mvx. ക്ലിയർ ആയല്ലോ? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എഫ് മൈനസ് പി ഐ ആണ് അല്ലെ, ആഫ്റ്റർ കൊളീഷൻ മൈനസ് ഇനീഷ്യൽ, സോറി ബിഫോർ കൊളീഷൻ. ഇനി ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്, മൊമെന്റം ഇമ്പാർട്ടഡ് ടു ദ വോൾ ഇൻ ദ കൊളീഷൻ ഇസ് 2mvx നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഈ വോള് വരെ പോയി വന്ന് തിരിച്ചു വരുവാണല്ലോ. സോ അന്നേരം ഇവൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലെ. എന്താണ്? യെസ്, നമുക്കറിയാം വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഇവിടെ നമ്മൾ എടുക്കുന്ന ടൈം ഡെൽറ്റ ടി ആണെന്നുണ്ടെങ്കിൽ വി ഡെൽറ്റ ടി ആണ് ഇവൻ സഞ്ചരിച്ചത് അല്ലടാ. ഇവൻ സഞ്ചരിച്ച ദൂരം എന്താണ്, വി ഡെൽറ്റ ടി ആണ്. ഇനി അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വോളിയത്തിന്റെ ടേംസിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ദിസ് വാല്യൂ ഇവിടെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി എക്സ് ആണ്, ഇൻറ്റു ഏരിയ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് ആ ഏരിയ ഇൻറ്റു ആ ഒരു എത്രത്തോളം മൂവ് ചെയ്തു അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, വോളിയം ആണെന്ന് പറയാം. ഇനി എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ആ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ, മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ് n ഇൻറ്റു ദിസ് വാല്യൂ. ഇനി അടുത്ത എന്താണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ട് ഹാഫേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂവിന്റെ ഹാഫ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ഡയറക്ഷനിൽ ആ വോളിൽ ചെന്ന് ഇടിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? സോ 1/2 ഇൻറ്റു n ഇൻറ്റു a ഇൻറ്റു വി എക്സ് ഡെൽറ്റ ടി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ, നമുക്ക് ഇവിടെ കിട്ടിയത് എന്തായിരുന്നു, യെസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, യെസ് നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കാം. മൊമെന്റം കണ്ടെത്തണമെങ്കിൽ ഇപ്പം ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂൾ എന്നുള്ളത് എന്താണ്, യെസ് 2mvx ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2mvx കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലെ? സോ മൊമെന്റം നമുക്ക് കിട്ടി nmavx² ഡെൽറ്റ ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം അല്ലേടാ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണെന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഡെൽറ്റ ടിയും കൂടെ പോയി നമുക്ക് എന്ത് കിട്ടി, nmavx². ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രഷർ എക്സേർട്ടഡ് ബൈ എൻ ഐഡിയൽ ഗ്യാസ്. പ്രഷർ ആണ് നമുക്ക് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചത് അല്ലെ. കാരണം പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിച്ചു, ഏരിയ നമുക്ക് ഏരിയ തന്നെ ഇട്ടു, കാരണം ഇവിടെ ഈ എ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. സോ ക്യാൻസൽ ആയി പൊക്കോളും. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടി, nmvx² എന്ന് കിട്ടി. ഓക്കെ അല്ലെ? ഇവിടെ വരെ നമുക്ക് പ്രത്യേകിച്ച് സംശയത്തൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇനി നമ്മൾ സംശയം, കാരണം ഇവിടെ നമ്മൾ vx² എടുത്തു. ഓക്കെ അല്ലെ, vx² എടുത്തു. നമുക്കറിയാം ഒരു ഗ്യാസിൽ നമ്മൾ ഒരു കണ്ടെയ്നർ നമ്മൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് കിട്ടുക 0 ആയിരിക്കും. കാരണം റാൻഡം മോഷൻ അല്ലേ. സോ ഇവിടെ ഒരു ഡയറക്ഷനിൽ ഉണ്ടാകുമ്പോൾ എക്സാക്ട്ലി സെയിം മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് എക്സാക്ട്ലി എത്രയാണ് വെലോസിറ്റി എന്നുള്ളത് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ഫെയിൽ ആകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത് യെസ് നമ്മുടെ എന്താ പറയാ,
RMS, യെസ്, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്യും വാല്യൂസിന്, അത് കഴിഞ്ഞ് മീൻ കണ്ടുപിടിക്കും. മീൻ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ലെറ്റ്സ് സേ സപ്പോസ് നമുക്ക് ഒരുപാട് വെലോസിറ്റീസ് ഉണ്ട്, V1 V2 V3 V4 അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരുടെയും സ്ക്വയർ എടുത്തു നമ്മൾ ഓൾറെഡി, എന്നിട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്, അപ്പൊ നമ്മൾ V4 വരെ 4 എണ്ണം ആണുള്ളതെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മീൻ കിട്ടി. ഇനി ആ കിട്ടിയ വാല്യൂന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ എന്തായി, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയി. ഓക്കെ അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും NM VX സ്ക്വയർ ബാർ എന്നിട്ടത്. ദിസ് ഇസ് RMS വെലോസിറ്റി കേട്ടോ, RMS വെലോസിറ്റി ആണ്. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ V ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ V സ്ക്വയർ ബാർ, ഓക്കെ, V സ്ക്വയർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വരുന്നുണ്ട്, യെസ്, VX വരുന്നുണ്ട് അല്ലെ, VX വരുന്നുണ്ട്, ആൻഡ് ഓൾസോ VY വരുന്നുണ്ട് അല്ലെ, പ്ലസ് VZ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ ഐഡിയൽ ഗ്യാസിന് ഈ VX-ഉം VY-യും VZ-ഉം എല്ലാം സെയിം ആ. സോ ഞാൻ എഴുതുവാണ് V സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 3VX സ്ക്വയർ ബാർ. അങ്ങനെയാണെങ്കിൽ 1/3 V സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു VX സ്ക്വയർ ബാർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P is equal to NM into 1/3 V സ്ക്വയർ ബാർ. സോ ഇതിന് നല്ല രീതിയിൽ ഒന്ന് എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും, P is equal to 1/3 NM V സ്ക്വയർ ബാർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. സോ ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നും വരാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻസിന്റെ ലിസ്റ്റിൽ നമുക്ക് പെടുത്താവുന്ന ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ അല്ലടാ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, വലിയ എന്താ പറയുക കൺഫ്യൂഷൻസിന്റെയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യെസ്, പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ മിസ്സേ ആ ടൈമിൽ പറഞ്ഞ സാധനം എനിക്ക് മനസ്സിലായില്ല മിസ്സേ, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ പറഞ്ഞല്ലോ വീക്ക്ലി ബേസിസിൽ നമ്മൾ ലൈവ് വരും. സോ അന്നേരം ഞങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് വേണം മിസ്സേ, എനിക്ക് ഇപ്പൊ തന്നെ നാളെ എക്സാം ആണെങ്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിലെ വീഡിയോ സൊല്യൂഷൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലടാ. സോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി derive an expression for the pressure exerted by an ideal gas based on kinetic theory നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ നമുക്ക് കിട്ടി P is equal to എന്തായിരുന്നു, 1/3 NM V സ്ക്വയർ ബാർ എന്ന് കിട്ടി. ഓക്കെ, സോ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ, ഈ N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ N ഡിവൈഡഡ് ബൈ V അല്ലെ. സോ എന്താണ് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ N ഡിവൈഡഡ് ബൈ V. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, PV which is equal to 1/3 N by V NM V square bar. This is volume ആണ് കേട്ടോ, ഇത് വോളിയമിന്റെ ടേം ആണ്. സോ P into V which is equal to 1/3 NM V square bar. ഓക്കെ അല്ലടാ. ഇനി നമുക്ക് ഓൾറെഡി അറിയാം PV which is equal to, നേരത്തെ നമ്മൾ ആ ഇക്വേഷൻ നമ്മുടെ PV is equal to μRT നമ്മൾ പഠിച്ചിരുന്നു. അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിരുന്നു എന്തായിരുന്നു, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരുന്നടാ, N into KBT അല്ലെ, ഇത് നമ്മൾ പഠിച്ചിരുന്നു. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 എന്നും ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2 എന്നും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ 1 ഉം 2 ഉം ഞാൻ നോക്കി കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടിന്റെ എന്താണ്, PV ആണ്. സോ ഞാൻ എഴുതുവാണ് 1/3 NM V സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു NKBT. എന്നും ഒരു സംശയം ഇല്ലാതെ പോയി. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഈ 3നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അതേപോലെ തന്നെ M-നെ ഞാൻ താഴത്തേക്ക്, വേണ്ട 3നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കട്ടെ. സോ M V സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 3 KBT. ക്ലിയർ അല്ലടാ. ഇനി കൈനറ്റിക് എനർജിയിലോട്ട് നിനക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ദ ഹോൾ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്താൽ മതി, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ട് സൈഡിലും നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് റിസൾട്ടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. സോ വി വിൽ ഗെറ്റ് ഹാഫ് M V സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, 3/2 KBT എന്ന് വരും. ആൻഡ് ഹാഫ് M V സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി ആണ് അല്ലെ, കൈനറ്റിക് എനർജി ആണ്. സോ ദിസ് വിൽ ബി 3/2 KBT. ഓക്കെ, യെസ്. സോ കൈനറ്റിക് എനർജി കിട്ടി. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ചോദിക്കാം. സോ ദിസ് ഇസ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇവിടെ ആരെ മാത്രമേ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, യെസ്, ടെമ്പറേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 3/2 is a constant, KB is Boltzmann constant. So these terms are all constants. പിന്നെ അവിടെ ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ, ടെമ്പറേച്ചർ. സോ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആരെ മാത്രമേ ഉള്ളൂ, നമ്മുടെ ടെമ്പറേച്ചറിന് മാത്രം. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഇതേ ഇക്വേഷനിൽ നിന്നും നമ്മൾ ലേറ്റർ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും RMS വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്നും ഞാൻ വിക്ക്, അതായത് നമ്മുടെ RMS വെലോസിറ്റിയിൽ ഞാൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. സോ നോക്കിക്കാണ് എങ്ങനെയായിരിക്കും, ഇവിടെ ഹാഫ് ഉണ്ട് M ഉണ്ട്, അതിന് ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും, M താഴത്തോട്ടും വരും. സോ ഞാൻ എഴുതുവാണ്
V bar, okay, square, which is equal to 3 into KB into T divided by M വരും. ഓക്കെ അല്ലേ? എനിക്ക് വേണ്ടത് എന്താണ്? V bar ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? V bar ആണ് വേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഇട്ടാൽ മതി 3KBT ഡിവൈഡഡ് ബൈ M. ഇനി നമുക്കറിയാം എന്തായിരുന്നു? R is equal to NA into KB. സോ KB we can write it as R divided by NA. സോ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 3 into R by NA, ഓക്കെ, ഇൻറ്റു ടി. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു എമ്മും കൂടെ ഉണ്ട്. സോ എനിക്ക് വൺ മോർ ഇക്വേഷൻ കിട്ടി. ഓൾസോ എനിക്കറിയാം NA ഇൻറ്റു എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? മോളിക്കുലാർ മാസ. ഓക്കെ അല്ലെ? മോളിക്കുലാർ മാസ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി V bar which is equal to എന്താണ്? റൂട്ട് ഓഫ് 3RT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ദിസ് ഇസ് മോളിക്കുലാർ മാസ്. ക്ലിയർ ആണോടാ? സെറ്റ് ആണോ? ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ kinetic interpretation, the average kinetic energy of a molecule is proportional to the absolute temperature of the gas. ഇനി next one. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആട്ടോ. A flask contains argon and chlorine in the ratio 2:1. നമ്മുടെ NCERT-യിലുള്ള ക്വസ്റ്റൻ ആണ്. By mass, the temperature of the mixture is 27 degrees Celsius. Obtain the ratio of average kinetic energy per molecule. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇപ്പോൾ തന്നെ ടെമ്പറേച്ചറിന്റെ റിലേഷൻ, അതായത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2 kBT ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സോ ദാറ്റ് മീൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ T. സോ അതിന്റെ മാസ് എന്തോ ആയിക്കോട്ടെ, രണ്ടും ഇരിക്കുന്നത് എന്താണ്? ഒരേ ഫ്ലാസ്കിലാണ്. ആർഗൺ ആണെന്നുണ്ടെങ്കിലും ക്ലോറിൻ ആണെന്നുണ്ടെങ്കിലും ഇരിക്കുന്നത് സെയിം ഫ്ലാസ്കിലാണ്. സോ ഡെഫിനറ്റ്ലി അതിന്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ദ റേഷ്യോ വിൽ ബി 1:1. ഓക്കെ, ക്ലിയർ ആയില്ല? കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാം NCERT എക്സാമ്പിൾ ഫ്ലാസ്ക് എന്ന് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഒന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് VRMS ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദി ടു ഗ്യാസസ്. അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ് അതിന്റെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആർഗന്റെ 39.9 ആണ്, ക്ലോറിൻ്റെ 70.9 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എടാ ഒന്നുകൂടെ നോക്കിക്കേ, നമുക്കറിയാം ഹാഫ് mv² അല്ലെ? V² ബാർ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കഴിയുമ്പം എന്താ പറയാ, രണ്ടെണ്ണം. സോ ദിസ് ഇസ് ഫോർ ക്ലോറിൻ എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ? ദിസ് ഇസ് ഫോർ ക്ലോറിൻ ആൻഡ് ദിസ് ഇസ് ഫോർ ആർഗൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. സോ 1/2 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MCl ഡിവൈഡഡ് ബൈ MAR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ? യെസ്, V ആർഗൺ സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ V ക്ലോറിൻ സ്ക്വയർ ബാർ. ഇനി എം, ഈ ഒരു വാല്യൂനെ M ഇൻറ്റു NA അവഗാഡ്രോ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ മോളിക്കുലാർ മാസ് ഓഫ് Cl ഡിവൈഡഡ് ബൈ ആർഗൺ എന്ന് എഴുതാനായിട്ട് പറ്റും. ആൻഡ് ദിസ് വാല്യൂ ഇസ് ഗിവൺ ഹിയർ. ഓക്കെ, എന്തായിരുന്നു? 70.9ഉം അതേപോലെ തന്നെ 39.9ഉം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 1.77 കിട്ടും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്ക്വയറാ കിടക്കുന്നത്. നമുക്ക് ഇതിന്റെ RMS വാല്യൂ ആണ് വേണ്ടത്, സ്ക്വയർ വേണ്ട. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? V ആർഗൺ ഡിവൈഡഡ് ബൈ V ക്ലോറിൻ, ഓക്കെ, ബാർ the whole square which is equal to 1.77. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V argon divided by chlorine which will be equal to root of 1.77. Clear? ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹാഫ് MV² which is equal to 3/2 kBT വന്നു. അവിടെ നിന്ന് നമ്മൾ V² ബാർ കണ്ടുപിടിച്ചു. ആൻഡ് ഇവിടെ നമ്മൾ വീണ്ടും ഒരു എക്സ്പ്രഷൻ ഇട്ടു. എന്തായിരുന്നു? യെസ്, ഇവിടെ നമ്മൾ ഇതിന്റെ റൂട്ട് എടുത്തിട്ട് ഇത് കിട്ടി. ഇനി അതിന് ശേഷം നമ്മൾ കണ്ടെത്തിയതാണ് 3 ഇൻറ്റു നമ്മുടെ RT/M. ഓക്കെ, RT/M. ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റൂട്ട് ഓഫ് 3RT ഡിവൈഡഡ് ബൈ M ഇൻറ്റു NA. ക്ലിയർ? യെസ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മോളിക്യൂളിന്റെ പൊസിഷനും കോൺഫിഗറേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ക്ലിയർ ആയിട്ട് പറയാനായിട്ട് മിനിമം എത്രത്തോളം കോർഡിനേറ്റ്സ് വേണം. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയണം മോഷനിന്റെ പ്ലെയിനിൽ നമ്മൾ പറഞ്ഞു മിനിമം 2 കോർഡിനേറ്റ്സ് എങ്കിലും വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കേസിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 2. ഓക്കെ, ഇനി സ്പേസിലാണെങ്കിൽ 3 എണ്ണം വേണം അല്ലെ? മിനിമം 3 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ സ്പേസിലെ ഒരു പോയിന്റ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി 3. സോ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ മോണോ ആറ്റോമിക് ഉണ്ട്, അതേപോലെ തന്നെ ഡയാറ്റോമിക് ഉണ്ട്. പോളി ആറ്റോമിക് ചോദിച്ചിട്ടില്ല കേട്ടോ. ഡയാറ്റോമിക്കിൽ തന്നെ റിജിഡ് ഉണ്ട്, നോൺ റിജിഡ് ഉണ്ട്.
ഓക്കെ, സോ മോണോ ആറ്റോമിക്, ഡയറ്റോമിക്. ഇവിടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പറയുവാണെങ്കിൽ മോണോ ആറ്റോമിക്കിന് 3 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 3 കോർഡിനേറ്റ്സ് വേണം. റിജിഡ് ആണെങ്കിൽ 5, നോൺ റിജിഡ് ആണെങ്കിൽ 7. ഈ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇനി നമ്മൾ സ്പെസിഫിക് ഹീറ്റിന്റെ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞാലേ മുന്നോട്ടേക്ക് പോകാനായിട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലടാ? സോ ഈ വാല്യൂസ് പഠിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് ക്ലിയർ ആണ് എനർജി ഇക്വിപാർട്ടീഷൻ. എനർജി ഈക്വലി എന്താ പാർട്ടാക്കി കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ½ kBT വെച്ചിട്ടായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ക്ലിയർ? സോ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? യെസ്, ഈക്വൽ ആയിട്ട് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ½ kBT വെച്ചിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇപ്പൊ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 3 പേർക്കും എന്ത് ചെയ്യും, ½ kBT, ½ kBT, ½ kBT വെച്ച് കിട്ടും. ഓക്കെ അല്ലെ? ഒരാൾക്ക് kBT വെച്ചിട്ട് കിട്ടുമോ? ഇല്ല, എല്ലാവർക്കും ഹാഫ് വെച്ചിട്ട്. ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ½ kBT. അങ്ങനെയാണ് ടോട്ടൽ എനർജിയുടെ പാർട്ടീഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മോണോ ആറ്റോമിക്കിന്റെ കേട്ടോ. സോ മോണോ ആറ്റോമിക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 3. അത് ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കാം കേട്ടോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്കറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു CV വിച്ച് ഇസ് ഈക്വൽ ടു dQ/dt. ഇനി ഞാൻ എടുക്കുവാണ് N is equal to 1. ഓക്കെ അല്ലെ? N is equal to എന്താടാ? N is equal to 1 ആണ്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത എന്താണ്? ഞാൻ എടുക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോടാ dQ which is equal to du plus p dv ആണ്. സോ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ dQ will be equal to du ആയിരിക്കും. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് CV which is equal to 1/n du/dt. ഓക്കെ അല്ലെ? സോ n നമ്മൾ പറഞ്ഞ എന്താണ്, 1 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ n-നെയും ഒഴിവാക്കി. അടുത്ത എനിക്ക് അറിയേണ്ടത് എനർജിയാ, യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഓരോന്നിനും ½ kBT വെച്ച് കിട്ടും. സോ ഇവിടെ ഉള്ളത് 3 ആണ്. സോ 3 into ½ kBT. ദിസ് ഇസ് ആക്ച്വലി എനർജി. സോ 3/2 kBT. ഓക്കെ അല്ലടാ? സോ ദിസ് ഈസ് ഫോർ 1 മോളിക്യൂൾ അല്ലടാ? അങ്ങനെയാണെങ്കിൽ 1 മോളിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് വിൽ ബി ഇൻറ്റു NA. So KB into NA നമുക്കറിയാം that is nothing but R ആണ് അല്ലെ? R is equal to KB into NA ആണ്. So we can write U is equal to 3/2 RT. അങ്ങനെയാണെങ്കിൽ CV will be equal to D/dt of 3/2 RT. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 3/2 R എന്ന് വരും നമുക്ക്. ഇനി CP യും CV യും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? യെസ്, ദിസ് ഇസ് ദ കണക്ഷൻ. സോ CP will be equal to R plus CV which is equal to R plus 3/2 R. So CP will be equal to 5/2 R. ഇനി അടുത്തത് സ്പെസിഫിക് ഹീറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ഗാമ ഇസ് ഈക്വൽ ടു CP/CV. CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് 5/2 R ആണ്. ഡിവൈഡഡ് ബൈ CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2 R ആണ്. R മാറും പോയി, 2 ഉം പോയി. സോ ഗാമ വി വിൽ ഗെറ്റ് ദാറ്റ് ആസ് 5/3. ക്ലിയർ അല്ലടാ? ഇനി അടുത്തത്, അപ്പൊ മോണോ ആറ്റോമിക് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ആരാണ്? ഡയറ്റോമിക് ആണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. A mixture of gas consists of 2 moles of oxygen, 4 moles of argon at the temperature 27 degrees Celsius. Find the internal energy of the system ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇവിടെ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ഡയറ്റോമിക് ആണ്. ഓക്കെ, ഡയറ്റോമിക് ആണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ആർഗൺ ആണെന്നുണ്ടെങ്കിൽ മോണോ ആറ്റോമിക് ആണ്. ഓക്കെ, സോ ഡയറ്റോമിക് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റനിലോട്ട് വരാം കേട്ടോ. സോ ഡയറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് റിജിഡ്. ഓക്കെ, റിജിഡ് ആണെന്നുണ്ടെങ്കിൽ അഗൈൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. ആൻഡ് വി നോ CV is equal to du/dt. എങ്ങനെയാ വന്നതെന്ന് അറിയാലോ? N is equal to 1 and also at constant volume. And U we can write it as 5 into 1/2 kBT into NA. So that this will be equal to 5/2 RT. അങ്ങനെയാണെങ്കിൽ CV will be equal to d/dt of 5/2 RT. Then we can write it as 5/2 R. Then CP minus CV which is equal to R ആണ്. So we can write CP which is equal to R plus CV. So R plus 5/2 R which will give 7/2 R. And then gamma will be equal to CP by CV. So this will be 7/2 R divided by 5/2 R. R 2 cancel ആയി 7/5. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇതിന്റെ നോൺ റിജിഡ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ് അല്ലെ? 7 ആണ്. സോ U ബിക്കംസ് 7/2 R വരും. ആൻഡ് ദെൻ RT. ഓക്കെ, ദെൻ CV ബിക്കംസ്
7/2 r വരും. Cp becomes 9/2 r വരും. Gamma becomes 9/7 വരും. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മറ്റേ നോൺ റിജിഡിന്റെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. നോൺ റിജിഡ് ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡയറ്റോമിക്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മോൾസ് ഉണ്ട്? 2 ഉണ്ട് അല്ലെ? 2 ഇൻറ്റു അതിന്റെ വരുന്നത് എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു 3/2 5/2 നമ്മുടെ ഡയറ്റോമിക് ആണ്. ഇനി അതേപോലെ തന്നെ ആർഗന്റെ ആണെങ്കിൽ 4 ഉണ്ട്. അതിന്റെ വരുന്നത് എന്തായിരുന്നു? 3/2 KBT അല്ലെ? 3/2 RT. Okay, RT. So then this becomes 2. Here it will be 5 RT and this will be 6 RT. So this becomes 11 RT ആയിരിക്കും എനർജി വരുന്നത് കേട്ടോ. യെസ്. അപ്പൊ നോൺ റിജിഡ് നമ്മൾ പറഞ്ഞു. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. We treat water like a solid. For each atom, average energy is 3 kBT. Water molecule has 3 atoms, 2 hydrogen and 1 oxygen. And here, energy will be 9 RT. ഇതൊരു സെപ്പറേറ്റ് ചോദ്യമായിട്ട് തന്നെ വരാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്തിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ ഒരു മോളിക്യൂള്, ഓക്കെ അല്ല, ഒരു മോളിക്യൂള് ചെന്ന് വേറൊരു മോളിക്യൂളിന് ഇടിച്ചു. അതിനുശേഷം അവിടെ നിന്നും അത് തെറിച്ചിട്ട് വേറൊരാളെ പോയി ഇടിച്ചു. സോ ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്, ഓക്കെ അല്ലെ, ആ ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യെസ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? മീൻ ഫ്രീ പാത്ത് ഓഫ് എ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. ആൻഡ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ ഇസ് ഈക്വൽ ടു 1/√2 n/d². ഈ റൂട്ട് ഉള്ളത് 2 മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം. d is the diameter. ഓക്കെ. ആൻഡ് എടാ മക്കളെ, നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും നമ്മുടെ വീക്ക് ക്വിസ്, ഈ ഒരു ചാപ്റ്ററിന്റെ വീക്ക് ക്വിസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ വീക്ക് ക്വിസ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ആ വീക്ക് ക്വിസ് എടുക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. സോ ഇനി കൂടുതലൊന്നും പറയാനില്ല. ലൈക്ക് ചെയ്യാത്തവർ പ്രത്യേകം തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാത്തവരെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ബൈ ബൈ.